എന്റെ മോട്ടിച്ചേട്ടാ, എന്താ ഒരു ചിന്ത? കഴിക്കാനുള്ളതൊക്കെ കഴിച്ചു, പിന്നെ ദാ ലസ്സിയും കുടിച്ചു, വയറും നിറഞ്ഞു. ഇനി ഇതിന്റെ ബില്ലും കൂടി കൊടുക്കൂ. 125 രൂപയല്ലേ ഉള്ളൂ. എടാ ചോട്ടുകുട്ട, നിനക്ക് ഇപ്പൊ തന്നെ ഒരുപാട് ബിസിനസ്സുകൾ കയ്യിലുള്ളതല്ലേ? ഇപ്പൊ തന്നെ സിംഹങ്ങൾക്കുള്ള വിഗ്, പാമ്പുകൾക്ക് വേണ്ടി വെപ്പുപല്ല്, ധ്രുവക്കരടികൾക്ക് വേണ്ടി ഫോറിൻ ജാക്കറ്റ്. വേറെ ആരാ ഇങ്ങനത്തെ ബിസിനസ് ഒക്കെ ചെയ്യാൻ നാട്ടിലുള്ളത്? പക്ഷേ നീ ഈ ബിസിനസ് കൊണ്ട് ജീവിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ ബിസിനസ് മാത്രം കാണുന്നില്ല. അതെന്താ അങ്ങനെ? ഓ, അതാണോ ഇത്രയും വലിയ പ്രശ്നം? ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടല്ലോ. എന്റെ കയ്യിൽ ഇപ്പൊ ഒരു അടിപൊളി പ്ലാൻ ഉണ്ടെന്നേ. എന്നാ പിന്നെ ആ പ്ലാൻ എന്താണെന്ന് പറ. എന്നാൽ കേട്ടോ, നാട്ടിൽ എവിടെയൊക്കെ വെള്ളത്തിന്റെ ഉറവയുണ്ടോ ആ വെള്ളമൊക്കെ നമ്മൾ നമ്മുടെ ബിസിനസ് ആവശ്യത്തിനായി ചോർത്തിയെടുക്കും. പിന്നെ നിവർത്തിയില്ലാതെ ജനങ്ങൾ നമ്മുടെ കമ്പനിയുടെ വെള്ളം മാത്രമേ വാങ്ങിച്ച് ഉപയോഗിക്കുകയുള്ളൂ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞാൻ ദിവസവും ഇങ്ങനെ കുളിച്ച് വൃത്തിയായിരിക്കണം. കാരണം ഇപ്പൊ പിക്ചർ വരെ ഡേർട്ടിയാണ്. സംശയമുണ്ടോ? അയ്യോ, ഇതെന്താ വെള്ളം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു തുള്ളി തുള്ളിയായി വീഴുന്നത്? അത് ശരി, വാൽ വടഞ്ഞു പോയതായിരിക്കും. പൂക്കൾക്ക് എപ്പോഴും വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. രാവിലെ കുറച്ച് ഹണിക്ക് കൊടുത്തു, ബാക്കി വെള്ളം നിങ്ങൾക്കാണ്. അല്ല, ഈ വെള്ളം എന്താ നിന്നു പോയത്? അല്ല, ഇതെന്താ ഒരു ടാപ്പിൽ നിന്ന് വെള്ളം വരുന്നില്ലല്ലോ? എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് വയ്യ. ഒരു കാര്യം ചെയ്യാം, ഈ ഓസിൽ നിന്ന് വെള്ളം വരുന്ന നോക്കാം. എടാ പണി, നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഇതിനകത്തൂടെ വെള്ളമാണ് വരേണ്ടത്. നിന്നോട് ആരാണ് വരെ പറഞ്ഞത്? എടാ ദ്വാർദാറെ, ഒരു പൈപ്പിന് വെള്ളമില്ല. അഥവാ കിട്ടുകയാണെങ്കിലും അകത്ത് നിന്നേ കിട്ടുള്ളൂ. വാ, നമുക്ക് അകത്ത് പോയി നോക്കാം. അയ്യോ, കണ്ണു നീറുന്നേ, വെള്ളം തായോ.
വീട്ടിലുള്ള വെള്ളമല്ല തീർന്നിരിക്കുക. എനിക്ക് എന്റെ മരുന്ന് പോലും ഇപ്പൊ ചവച്ചരച്ച് തിന്നേണ്ട അവസ്ഥയായി. അയ്യോ ചിലപ്പോ ഈ ഹണി വാട്ടർ ബിൽ അടയ്ക്കാൻ മറന്നു കാണും. എടാ ഞാൻ ചോദാറാണ്. ദാ ഇതാണ് ഹണി. കൂട്ടുകാരെ, വെള്ളം കിട്ടാൻ പുറത്തിറങ്ങണം. വാ പോവാ. എടാ പോപ്പട്ടെ, വേഗം ഈ തുണിയോട്ട് മോന്നുടക്കേ, അല്ലെങ്കിൽ ആൾ പറഞ്ഞ് വീണ്ടും എന്നെ തല്ലേണ്ടി വരും. അയ്യോ ഇനിയിപ്പോ എന്താണ് ചെയ്യുക? വെള്ളമില്ലാത്ത അവസ്ഥ ഭയങ്കരമാണ്. അവിടെ എന്താ ഇത്രയും വലിയൊരു ക്യൂ കാണുന്നേ? എന്തായാലും നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. ജനങ്ങളാണെങ്കിൽ വെള്ളം കൊണ്ട് കൈ കഴുകുന്നു. ഇപ്പൊ അതേ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ബിസിനസ് ചെയ്യുന്നു. അതെ ചേട്ടാ, എന്റെ കാറിന്റെ ബുക്കും പേപ്പറും വെച്ചോ. എനിക്ക് വേണം ഒരു ബക്കറ്റ് വെള്ളം. അല്ല ഭായ്, കാർ കഴുകാൻ വിട്ടാ ഞാൻ വെള്ളം വാങ്ങിച്ചത് തന്നെ. കാറാണെങ്കിൽ തരുകയും ചെയ്തു. ഇനിയിപ്പോ ഞാനെന്താ ചെയ്യുക? എന്റെ ഭായ്, ആ കാർ അങ്ങ് തിരിച്ചു തന്നേക്ക്. അതെ, ഞങ്ങൾ വാങ്ങിച്ചതൊന്നും തിരിച്ചു കൊടുക്കാറില്ല. കിട്ടിയ ഒരു ബക്കറ്റ് വെള്ളവും കൊണ്ട് വേഗം സ്ഥലം വിടാൻ നോക്കാം. അതെ ചേട്ടന്മാരെ ഒന്ന് ശ്രദ്ധിച്ചേ, 100 രൂപയുടെ ബോട്ടിലുണ്ട്. തികച്ചും ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കാം. 100 രൂപയുടെ ബോട്ടിലാണ്. അല്ല, ഈ ബോട്ടിൽ കാലിയാണല്ലോ. അതിനത് 100 രൂപയുടെ പുതിയ ബോട്ടിലാനിയാ. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 2000 രൂപ എക്സ്ട്രാ തരേണ്ടി വരും. എന്താ? എന്റെ അമ്മോ, വെള്ളത്തിന്റെ വില കേട്ടിട്ട് ഇപ്പോൾ എന്റെ കണ്ണിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. സോർദാറേ, നിന്റെ കണ്ണീര് വെച്ച് നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റില്ല. വെള്ളം വാങ്ങിയാലേ കാര്യം നടക്കൂ. കൂട്ടുകാരെ, നമ്മുടെ നാട്ടിലാണെങ്കിൽ വെള്ളമില്ല, എന്നാ ഇവരെ കയ്യിൽ ഒരുപാട് വെള്ളവും ഉണ്ട്. എന്ന് വെച്ചാ ഇതിലെന്തോ ചതിയുണ്ട്. നമുക്കത് കണ്ടുപിടിക്കണം. എല്ലാരും എന്റെ കൂടെ വാ. അയ്യോ ഇവിടെയുള്ള എല്ലാ പൈപ്പ് ലൈനും ഇവരുടെ കടയിലേക്കാ പോകുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും പിടി കിട്ടിയോ? ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി. എനിക്കും എല്ലാം മനസ്സിലായി. അല്ല, നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്നോട് കൂടി പറയുന്നേ. അത് ശരി, അപ്പൊ നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലേ? അല്ല, എന്ത് മനസ്സിലായെന്നാ പറയുന്നേ? എന്നോട് കൂടി ഒന്ന് പറയുന്നേ. ചേട്ടാ, യവന്മാര് നമ്മുടെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു. ദേ അടുത്ത ആള് എത്തിക്കഴിഞ്ഞു. അയാൾക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി. പക്ഷെ എനിക്ക് മാത്രം ഒന്നും മനസ്സിലായില്ല. എടാ, ഇവരുടെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കാൻ നാട്ടിലെ വെള്ളം മുഴുവനും മോഷ്ടിക്കുകയാണ്. ഓ, അത് ശരി. അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം? എന്താ, ഇതാണ് കാര്യം? ഇവന്മാരുടെ കാര്യം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എല്ലാരും വേഗം വാ. ആദ്യം ഇങ്ങോട്ടേക്ക് വന്ന് ഇതെന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്ക്. എന്താ എഴുതിയിരിക്കുന്നേ? അതെന്താ എഴുതിയിരിക്കുന്നത്? ഈ അടി നാട്ടുകാരുടെ വെള്ളം മോഷ്ടിച്ചതിന്. ഈ അടി അവരുടെ വെള്ളം അവർക്ക് തന്നെ വിൽക്കാൻ നോക്കിയതിന്. ഇതാ പിടിച്ചോ. പിന്നെ ഇതാ ഈ ഒരടി ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചതിന്. അയ്യോ, ഇതെന്തിനാ ഈ ഒരു എക്സ്ട്രാ അടി കൂടി തന്നത്? കവിളത്തൊരു കൊതുകിരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാ. അയ്യോ ചേട്ടാ, ഇനി അടിക്കരുത്. ദൈവത്തോർത്ത് ഒന്നും ചെയ്യരുത്. ഇനി ഞങ്ങൾ നന്നായിക്കോളാം. ഞങ്ങളോട് ഇത്തവണ നിങ്ങളൊന്ന് ക്ഷമിക്കണം.
ശരി, ഏതായാലും നിങ്ങൾ ഇത്രയും കുരുത്തക്കേട് കാണിച്ചു കൂട്ടിയതല്ലേ? അതിന് അയ്യോ ഇനി നിങ്ങൾ ഞങ്ങൾ അടിച്ചാ ഞങ്ങൾ ചത്തുപോകും. ദൈവത്തെ ഓർത്ത് അടിക്കരുത്. ഒരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല. ഈഷ്, ഇവിടുത്തെ ജനങ്ങളുടെ വെള്ളം കുടിയാണ് നിങ്ങൾ മുട്ടിച്ചത്. ഇനി കുറച്ചു നാളത്തേക്ക് ജയിലിലെ വെള്ളം കുടിക്കാം. ആ.